ഹലോ, ഞാൻ വീണ്ടും വന്നു. ഇന്ന് ഭയങ്കര മഴ, ഇറങ്ങി പോകാൻ പറ്റത്തില്ല മുറ്റത്തോട്ട്. അതുകൊണ്ട് ചൂട് കട്ടനും ഇന്നലെ മോനിക്ക് കവല കൊണ്ടുവന്നു. കവലയും കൂടെ ഇന്ന് ഉള്ളതാണോ, അതുകൊണ്ട് വാ ചൂട് കട്ടൻ കുടിക്കാം. എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ ഇതേപോലെ കട്ടക്കാപ്പി ഇട്ടിട്ട് ഞാൻ പറഞ്ഞ് മഹേശ്വരി അമ്മ കൊണ്ടുവന്ന പലഹാരം എന്നിങ്ങനെ പറഞ്ഞ് ഇന്ന് ആ ചേച്ചി വന്ന് പറഞ്ഞ് സുശീലെ ഏർഷയെന്ന് ഒരാൾ ഇതേക്ക് ഇവിടുന്ന് ഈ മലയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. പ്രായമുള്ളതെന്ന് എന്താ എനിക്കറിയത്തില്ല, പോയിട്ടുണ്ട്. ഞാൻ അവരെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അടി ഞങ്ങൾ ഇതേക്കോട്ട് കൊച്ചു വീഡിയോ ചെയ്യുന്നത് കണ്ട് മഹേശ്വരിയുടെ പലഹാരം എന്ന് പറയാനായിട്ട് അങ്ങനെ ചേച്ചിക്ക് അതൊരു ഭയങ്കര സന്തോഷമായിപ്പോയി. അത് അത്രയും കേട്ടപ്പം തന്നെ. അങ്ങനെ ഇന്ന് വന്ന് പറഞ്ഞ് ഞായറാഴ്ച വന്ന് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ പലഹാരങ്ങളും എന്നെ ഫോട്ടോ എടുക്കണം, അത് ഇതിൽ യൂട്യൂബിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയുമോ പിന്നെന്താ ചേച്ചി, അങ്ങനെ ഒരു മനസ്സുള്ളത് എന്ത് നല്ലതാ ചേച്ചിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം. എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞു വീഡിയോകളും നേർച്ചയുള്ളവരൊക്കെ കാണുന്നു എന്നുള്ളൊരു സന്തോഷമില്ലേ. അപ്പം നിങ്ങൾ ഞങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ നമുക്ക് തരണം. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ വേഷമുള്ളവർ ഞാൻ മൊബൈലിലായാലും പിന്നെ TV വാർത്തയിലെല്ലാം പറഞ്ഞ് നിങ്ങൾ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സഹായങ്ങളൊക്കെ ചെയ്തു തരണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി ഒരു യൂട്യൂബ് കണ്ടതിൽ ഒരു അണ്ണനല്ല എന്നാലും ഇല്ല ഞാൻ പറയുക, അല്ലെ ഇപ്പോൾ ഇടാ പോടാന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ ആരെയായാലും. അപ്പോഴിന്ന് ഞാൻ കണ്ടപ്പോൾ ഒത്തിരി പാവപ്പെട്ട ആൾക്കാർ ഇതാണെങ്കിൽ തള്ളയായാലും തന്തയായാലും വിളിച്ചിട്ട് വരുന്നത് എൻ്റെ 3 സൈക്കിൾ വേണം, 3 ബാഗുകൾ വേണം, അതിങ്ങനെ നമുക്ക് തരാൻ പറ്റുമോ എന്ന് വിളിച്ച് എന്തോരം സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ. ഒരു പാവപ്പെട്ട വീട്ടിലെ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കാനുള്ളത്. അപ്പോൾ അയാൾ പിന്നെ പറയുന്നത് അപ്പോഴൊന്നും എൻ്റെ പൈസ ഇല്ലായിരുന്നു, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു യൂട്യൂബ്. അയാളുടെ ഭാര്യയുടെ കമ്മലോ മാലയോ വളയൊക്കെ പണയം വെച്ച് പാവപ്പെട്ട 2-3 പിള്ളേർക്ക് വേണമെങ്കിൽ സൈക്കിളോ ബാഗൊക്കെ മേടിച്ച് കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷമായി. പക്ഷെ ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കത് അത്ര അറിയത്തില്ല. എൻ്റെ അമ്മുക്കുട്ടി വന്നിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് അന്നേരം ഞാൻ മനസ്സിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരു മനസ്സ്, ദൈവമേ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് 2-3 പേർക്കാലും ഒരു സഹായം ചെയ്ത് അത്രയും നല്ലതല്ലേ. അപ്പോൾ മഹേശ്വരി അമ്മേനെ ഇത് പറഞ്ഞപ്പോൾ മഹേശ്വരി അമ്മയ്ക്ക് ചേച്ചി താണ്ടെ ചേച്ചി എനിക്ക് യൂട്യൂബ് ചെയ്തതിൽ ഒരു വരുമാനം എന്ന് പറഞ്ഞത് അത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് സത്യം പറഞ്ഞ് ആ ചേച്ചിയുടെ പ്രാർത്ഥന ഈ തരുന്നവർക്കായാലും എനിക്കായാലും എൻ്റെ മക്കൾക്കായാലും അത് കിട്ടത്തില്ലയോ. അപ്പം അങ്ങനെ ഒരു മനസ്സ് എനിക്ക് എന്തായാലും ഉണ്ടെന്ന എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് നിനക്ക് പിന്നെ മാല പണയം വെച്ചോ വള പണയം വെച്ചോ അല്ല കമ്മൽ വെച്ചിട്ടൊന്നും കൊടുക്കാനുള്ള വരുമാനം ഇല്ല. ഇതൊന്നും എനിക്ക് സംഭവമില്ല. അതൊക്കെ ഉള്ളതെല്ലാം ഞാൻ വിറ്റ് ഇറക്കി ഒരു കുഴക്കിണർ അടിച്ചുകൊണ്ട് എനിക്ക് അതൊന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തീർച്ചയുള്ള നല്ലവരായ നാട്ടുകാർ ഞങ്ങൾക്ക് അങ്ങനെ വേറെ ഒന്നുമല്ല, ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബൊക്കെ തരുവാന്നുണ്ടെങ്കിൽ അത്രയും സഹായമില്ലയോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, എല്ലാവരും ഷെയർ ചെയ്യണം. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. പിന്നെ ചൂട് കാപ്പിയുണ്ട്, കടലയുണ്ട്, എൻ്റെ മോൻ കൊണ്ടുവന്നതാണ്. പിന്നെ എൻ്റെ അണ്ണൻ വന്നോണ്ട് എൻ്റെ അണ്ണൻ മഴയിൽ നനഞ്ഞോണ്ട് വരുന്ന് വന്നതേ ഉള്ളൂ. എന്താ വന്ന് ഇനി ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോവാണ്. ശരി, നാണ്ട കാപ്പി കുടുക്കി എന്നാൽ കയറുന്നില്ല. അച്ഛനും കൂടെ കാണില്ല 3 കൊണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ ഇപ്പോൾ കാണിക്കും. മഴ നല്ലോണം വന്നു, നേരത്തെ വരണമായിരുന്നു. എല്ലാവരും കാണണം, സപ്പോർട്ടൊക്കെ തരണം. എങ്കിലേ എനിക്ക് സത്യം പറഞ്ഞാൽ അർജുനൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പിന്തുണ വേണം. മഹേശ്വരിമ്മ പറഞ്ഞപ്പോഴേ എനിക്കത് സത്യം പറഞ്ഞ മനസ്സിനൊരു തൃപ്തിയായി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരും കാണാം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഭയങ്കര മഴയായിരുന്നു, ചൂട് കാപ്പി എല്ലായിരുന്നു വറുത്തലായിരുന്നു പറയാൻ തന്നിട്ട്
ഇന്ന് കടലയുണ്ട്. മതി, ഇനി ഇത്രേ ഉള്ളു. നീ നാളെ പറയണ്ടേ?